ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നുള്ള പരാതികളിൽ അതിവേഗം നടപടി പൂർത്തിയാക്കാൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം. കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയവരെ നേരിട്ട് കണ്ട് സംഘം ഉടൻ മൊഴി രേഖപ്പെടുത്തും. ഒരാഴ്ചയ്ക്കകം 4 സംഘങ്ങളായി തിരിഞ്ഞായിരിക്കും മൊഴിയെടുക്കൽ. റിപ്പോർട്ട് താമസിയാതെ ഹൈക്കോടതിയിൽ സമർപ്പിക്കും. ഇന്നലെ തിരുവനന്തപുരത്ത് ചേർന്ന യോഗത്തിലാണ് തീരുമാനം. റിനു ശ്രീധർ നൽകും വിശദാംശങ്ങൾ. റിനു, വെരി ഗുഡ് മോർണിംഗ്. ഇനിയിപ്പോൾ റിപ്പോർട്ട് എത്രയും പെട്ടെന്ന് ഈ ഒരു അതായത് മൊഴിയെടുപ്പ് പൂർത്തിയാക്കുക, അത് എങ്ങനെയൊക്കെ ആയിരിക്കും അതിന്റെ നീക്കങ്ങൾ, ഒപ്പം ഇന്നലെ ചേർന്ന യോഗത്തിലെ തീരുമാനങ്ങൾ എന്തൊക്കെയാണ്? അശ്വിൻ ഡിയാഗോ നൽകും വിശദാംശങ്ങൾ. അശ്വിൻ, ഏതായാലും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നുള്ള പരാതികളിലാണ് ഇപ്പോൾ ഏതായാലും അന്വേഷണ സംഘം നടപടികൾ പൂർത്തിയാക്കാൻ ഒരുങ്ങുന്നത്. അശ്വിൻ ഡിയാഗോ, തുടർന്നോളൂ. തുളസി, ഈ വിഷയത്തിൽ പരാതിയിന്മേൽ അതിവേഗം നടപടികൾ പൂർത്തിയാക്കുകയാണ് അന്വേഷണ സംഘത്തിന്റെ ഉദ്ദേശം. അതിനുവേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ പരാതി നൽകിയ ആളുകളെ നേരിൽ കണ്ട് മൊഴി രേഖപ്പെടുത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഏതാണ്ട് 50-ലധികം പേരാണ് ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയിട്ടുള്ളത്. അതിൽ 20-ലധികം പേരുടെ മൊഴികൾ ഗൗരവമുള്ളതാണ് എന്നതാണ് വിലയിരുത്തൽ. ഇവർക്ക് പരാതിയുമായി മുന്നോട്ട് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവരെ നേരിൽ കണ്ട് മൊഴി രേഖപ്പെടുത്തിയാകും തുടർന്നുള്ള നടപടികൾ. ഇതിനുവേണ്ടി അടുത്ത ആഴ്ച തന്നെ 4 അംഗ ടീമായി തിരിഞ്ഞുകൊണ്ട് മൊഴി രേഖപ്പെടുത്തൽ ആരംഭിക്കും. ഇന്നലെ തിരുവനന്തപുരത്ത് ചേർന്ന ഒരു നിർണായക യോഗത്തിലായിരുന്നു ഇത് സംബന്ധിച്ച് തീരുമാനമുണ്ടായത്. ഈ റിപ്പോർട്ട്, അതായത് ഇതിൻ്റെ പൂർണ്ണ റിപ്പോർട്ട്, ഹേമ കമ്മിറ്റിയുടെ പൂർണ്ണ റിപ്പോർട്ട് ഈ അന്വേഷണ സംഘത്തിന് കൈമാറണമെന്ന് ഹൈക്കോടതി നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. ഈ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം ചേർന്ന ആദ്യ യോഗമായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. പോലീസ് ആസ്ഥാനത്ത് ക്രൈംബ്രാഞ്ച് മേധാവിയും അന്വേഷണ സംഘത്തിൻ്റെ തലവനുമായ വെങ്കടേഷിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ ഒരു യോഗം ചേർന്നത്. ഉടനെ തന്നെ ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകിയേക്കും എന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. ഈ അന്വേഷണത്തെ സംബന്ധിച്ച് ആക്ഷൻ ടേക്കൻ റിപ്പോർട്ടും ഇന്നലെ ചേർന്ന ഈ ഒരു യോഗത്തിൽ രൂപീകരിച്ചിട്ടുണ്ട്. പരാതിയുമായി ആരെങ്കിലും മുന്നോട്ട് വന്നാൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണവുമായി മുന്നോട്ട് പോകാം എന്നൊരു നിലപാടിലായിരുന്നു സർക്കാർ ആദ്യം ഉണ്ടായിരുന്നത്. പക്ഷേ പിന്നീട് ഹൈക്കോടതി ഈ ഒരു വിഷയത്തിൽ ഇടപെടുകയും ഈ പൂർണ്ണ റിപ്പോർട്ട് ക്രൈംബ്രാഞ്ചിന് കൈമാറണം എന്നൊരു ആവശ്യപ്പെടുകയും ചെയ്തു. ഇത് സംബന്ധിച്ച ഇതേ തുടർന്നാണ് പിന്നീട് ഈ റിപ്പോർട്ട് അന്വേഷണ സംഘത്തിന് കൈമാറുന്നതും അത് ക്രൈംബ്രാഞ്ച് മേധാവി തന്നെ ഇത്തരത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നൽകുന്നതും. അത് വിവിധ പാർട്ടികളായാണ് ഇത്തരത്തിൽ ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുള്ളത്. ഇതിൽ ഓരോരുത്തർക്കായി വിധിച്ചു നൽകിയിട്ടുള്ള പാർട്ടിൻ്റെ അടിസ്ഥാനത്തിലുള്ള റിപ്പോർട്ടും കഴിഞ്ഞ ദിവസം തയ്യാറാക്കിയിരുന്നു. എന്തായാലും ഈ ഒരു വിഷയത്തിൽ അതിവേഗം നടപടികൾ പൂർത്തിയാക്കി കേസുമായി തുടരാൻ താല്പര്യമുള്ള ആളുകളെ അവരുടെ ആ ഒരു കേസിൽ മുന്നോട്ട് പോവുക എന്നൊരു ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ അന്വേഷണ സംഘം നീങ്ങുന്നത്. പ്രത്യേക അന്വേഷണ സംഘം അതിവേഗം 3-ാം തീയതിയോടുകൂടി തന്നെ ഇത് സംബന്ധിച്ച കാര്യങ്ങളിൽ ഒരു തീരുമാനമുണ്ടാക്കും. അതിനുശേഷം ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകും എന്നുമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ആക്ഷൻ ടേക്കൻ റിപ്പോർട്ടിന്മേൽ സർക്കാർ എന്ത് നടപടി സ്വീകരിക്കും എന്നതടക്കമുള്ള കാര്യങ്ങൾ അടുത്ത മാസം അറിയിക്കണമെന്നുമാണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുള്ളതും. ശ്രുതി, ഓക്കെ, വ്യക്തമാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നുള്ള പരാതികളിൽ എന്തായാലും അതിവേഗം നടപടി പൂർത്തിയാക്കാൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം. അശ്വിൻ ഡിയാഗോ ആണ് വിശദാംശങ്ങൾ നൽകിയത്. റിനു ശ്രീധർ അല്ല. അതെ, തീർച്ചയായും. ഓക്കെ, മറ്റൊരു വാർത്തയിലേക്ക് കിടക്കാം.